ഇഷ്ട ഗെയിം കളിക്കുന്നതിനായി പള്ളി ഫണ്ട് തട്ടിയ പുരോഹിതൻ അറസ്റ്റിൽ. കാൻഡി ക്രഷിന് അടിമയായ റവർ ലോറൻസ് കൊസാക്ക് എന്ന കത്തോലിക്ക പുരോഹിതനാണ് ഗെയിം കളിച്ച പണി മേടിച്ചത്. ഇഷ്ട ഗെയിമിനായി 30 ലക്ഷം രൂപയാണ് പള്ളിയിലച്ചൻ തട്ടിയത്. സംഭവം പുറത്തറിഞ്ഞതോടെ പുരോഹിതനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാൻഡി ക്രഷ്, മാരിയോ കാർട്ട് തുടങ്ങിയ ഗെയിം കളിക്കുന്നതിന് വേണ്ടി $40,000 പള്ളി ഫണ്ടിൽ നിന്ന് മോഷ്ടിച്ചു എന്നാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം. ഒപ്പം അതിൽ നിന്നുള്ള കാശ് കൊണ്ട് തന്റെ ഗോഡ ഡോട്ടറിന് വിലയേറിയ സമ്മാനങ്ങൾ വാങ്ങി നൽകിയെന്നും പറയുന്നു. സ്വന്തം പണം ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ ഗെയിം കളിച്ചതെന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു. എന്നാൽ ഈ ബില്ലുകൾ അടയ്ക്കാൻ കൊസാക്ക് പള്ളിയുടെ ക്രെഡിറ്റ് കാർഡാണ് ഉപയോഗിച്ചത് എന്ന് കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ സെന്റ് തോമസ് മോർ ചർച്ചിലെ ചുമതലകളിൽ നിന്ന് കൊസാക്കിനെ ഒഴിവാക്കുകയും ചെയ്തു. 2024 ഏപ്രിൽ 25-ന് പുരോഹിതൻ പള്ളിയുടെ ഫണ്ടിൽ നിന്നും പണം തട്ടിച്ചതായി സ്ഥിരീകരിച്ചു. ചോദ്യം ചെയ്യലിൽ ഗെയിം ആസക്തിയിൽ നിന്ന് മാറി നടക്കാൻ താൻ പ്രൊഫഷണലുകളുടെ സഹായം തേടിയിരുന്നു എന്ന് പുരോഹിതൻ പറഞ്ഞു. ഒപ്പം പള്ളിയുടെ അക്കൗണ്ട് തന്റെ മൊബൈലിൽ ഉപയോഗിച്ചിരുന്നതിനാൽ സംഭവിച്ചതാണെന്നും ഇയാൾ പറഞ്ഞിരുന്നു. രേഖകളനുസരിച്ച് ക്രെഡിറ്റ് കാർഡ് കടത്തിന്റെ ഒരു ഭാഗം തീർക്കാനായി കൊസാക്ക് തന്റെ സ്വകാര്യ ഫണ്ടിൽ നിന്നും $10,000 നൽകി. ഒപ്പം അറസ്റ്റിനെ തുടർന്ന് ക്ഷമ പറയുകയും 6 ലക്ഷത്തിന്റെ ചെക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്.